ഓം ശാന്തി. 24/7/25 പ്രഭാതമുരളി ബാബ് ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ ഈ പഠനത്തിലൂടെ തൻ്റെ സുഖധാമത്തിലേക്ക് പോകുന്നു, ശാന്തിധാമം വഴി. ഇത് നിങ്ങളുടെ എയിം ഓബ്ജക്റ്റാണ്. ഇതൊരിക്കലും മറക്കുവാൻ പാടില്ല. ചോദ്യം: കുട്ടികളായ നിങ്ങൾ ഈ സമയം ഡ്രാമയുടെ ഏതൊരു സീൻ സാക്ഷിയായി നോക്കിക്കൊണ്ടിരിക്കുന്നു? ഉത്തരം: ഈ സമയം ഡ്രാമയിൽ ടോട്ടൽ ദുഃഖത്തിൻ്റെ സീനാണ്. അഥവാ ആർക്കെങ്കിലും സുഖമുണ്ടെങ്കിൽ തന്നെ അല്പകാലത്തേതും കാക്ക കാഷ്ടത്തിന് സമാനവുമാണ്. ബാക്കി ദുഃഖം തന്നെ ദുഃഖമാണ്. കുട്ടികളായ നിങ്ങൾ ഇപ്പോൾ പ്രകാശത്തിലേക്ക് വന്നിരിക്കുന്നു. ഇതറിയുന്നു. സെക്കൻഡ് ബൈ സെക്കൻഡ് പരിധിയില്ലാത്ത സൃഷ്ടിയുടെ ചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസം പോലെ ആകില്ല രണ്ടാമത്തേത്. മുഴുവൻ ലോകത്തിൻ്റെയും ആക്ട് മാറിക്കൊണ്ടിരിക്കുന്നു. പുതിയ സീൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഗീതം: ആരാണോ പ്രിയതമനോടൊപ്പം. ഡബിൾ ഓം ശാന്തി. ഒന്നാമത്തേത്, ബാബ സ്വധർമ്മത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നത്. രണ്ടാമത്തേത്, കുട്ടികളോടും പറയുന്നു, തൻ്റെ സ്വധർമ്മത്തിൽ സ്ഥിതി ചെയ്ത് ബാബയെ ഓർമ്മിക്കൂ. മറ്റാർക്കും സ്വധർമ്മത്തിൽ സ്ഥിതി ചെയ്യൂ എന്ന് പറയുവാൻ സാധിക്കില്ല. നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിൽ നിശ്ചയമുണ്ട്. നിശ്ചയ ബുദ്ധി വിജയന്തി. അവർ തന്നെ വിജയം നേടും. എന്തിൻ്റെ വിജയമായിരിക്കും നേടുന്നത്? ബാബയുടെ സമ്പത്തിൻ്റെ. സ്വർഗത്തിലേക്ക് പോവുക, ഇതാണ് ബാബയുടെ സമ്പത്തിൻ്റെ വിജയം നേടുക എന്നത്. ബാക്കിയുള്ളത് പദവിക്ക് വേണ്ടിയുള്ള പുരുഷാർത്ഥമാണ്. സ്വർഗത്തിൽ തീർച്ചയായും പോകണം. കുട്ടികൾക്കറിയാം, ഇത് മോശമായ ലോകമാണ്. വളരെയധികം അളവറ്റ ദുഃഖം വരാൻ പോകുന്നു. ഡ്രാമയുടെ ചക്രത്തെയും നിങ്ങൾ അറിയുന്നു. അനേകം തവണ ബാബ വന്നിരിക്കുന്നു, പാവനമാക്കി എല്ലാ ആത്മാക്കളെയും കൊതുകിൻ കൂട്ട സദൃശ്യം കൊണ്ടുപോകുവാൻ. പിന്നെ സ്വയവും നിർവാണധാമത്തിൽ പോയി നിവസിക്കും. കുട്ടികളും പോകും. നിങ്ങൾ കുട്ടികൾക്ക് ഈ സന്തോഷം ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ഈ പഠനത്തിലൂടെ നമ്മൾ നമ്മുടെ സുഖധാമത്തിലേക്ക് പോകും, ശാന്തിധാമം വഴി. ഇതാണ് നിങ്ങളുടെ എയിം ഒബ്ജക്റ്റ്. ഇത് മറക്കുവാൻ പാടില്ല. ദിവസവും കേൾക്കുന്നു, മനസ്സിലാക്കുന്നു. നമ്മെ പതീതത്തിൽ നിന്നും പാവനമാക്കുവാനായി ബാബ പഠിപ്പിക്കുന്നു. പാവനമാകാനുള്ള സഹജമായ ഉപായം പറഞ്ഞു തരുന്നു, ഓർമ്മയുടേത്. ഇതും പുതിയ കാര്യമല്ല. ഭഗവാൻ രാജയോഗം പഠിപ്പിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. കേവലം ഈ ഒരു തെറ്റാണ് വരുത്തിയത്. ശ്രീകൃഷ്ണൻ്റെ പേര് വെച്ചു. കുട്ടികൾക്ക് ഏതൊരു ജ്ഞാനമാണോ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്, അത് ഗീത കൂടാതെ മറ്റു ശാസ്ത്രങ്ങളിലും ഉണ്ടാകും എന്നല്ല. കുട്ടികൾക്കറിയാം, ബാബയുടേതുപോലുള്ള മഹിമ ഒരു മനുഷ്യനുമില്ല. ബാബ വന്നില്ല എങ്കിൽ സൃഷ്ടിയുടെ ചക്രം തിരിയുമായിരുന്നില്ല. ദുഃഖധാമത്തിൽ നിന്നും എങ്ങനെ സുഖധാമം ആകും? സൃഷ്ടിയുടെ ചക്രം തിരിയുക തന്നെ വേണം. ബാബയ്ക്കും തീർച്ചയായും വരിക തന്നെ വേണം. ബാബ വരുന്നത് സർവരെയും കൊണ്ടുപോകുവാനാണ്. പിന്നെ ചക്രം തിരിയുന്നു. ബാബ വരാതിരിക്കുന്നു എങ്കിൽ കലിയുഗത്തിൽ നിന്നും സത്യയുഗം എങ്ങനെയാകും? ഈ കാര്യങ്ങൾ ഏതെങ്കിലും ശാസ്ത്രങ്ങളിലില്ല. രാജയോഗം ഗീതയിൽ തന്നെയാണ് ഉള്ളത്. ഭഗവാൻ ആബുവിൽ വന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയെങ്കിൽ ഒറ്റയടിക്ക് ഓടണം കൂടിക്കാഴ്ച നടത്തുവാൻ. സന്യാസിമാരും ഭഗവാനുമായി കൂടിക്കാഴ്ച നടന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അതീത പാവനനെ ഓർമ്മിക്കുന്നു തിരികെ പോകുന്നതിന് വേണ്ടി. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ പദമാപദം ഭാഗ്യശാലി ആയിക്കൊണ്ടിരിക്കുന്നു. അവിടെ അളവറ്റ സുഖമുണ്ടാകുന്നു. പുതിയ ലോകത്തിൽ ഉണ്ടായിരുന്ന ദേവീദേവതാ ധർമ്മം ഇപ്പോഴില്ല. ബാബ ദേവി രാജ്യത്തിൻ്റെ സ്ഥാപനം ചെയ്യുന്നത് ബ്രഹ്മാവിൽ കൂടിയാണ്. ഇത് സ്പഷ്ടമാണ്.
നിങ്ങളുടെ എയിം ഒബ്ജക്റ്റ് തന്നെ ഇതാണ്. ഇതിൽ സംശയത്തിൻ്റെ കാര്യമേ ഇല്ല. മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാക്കുക തന്നെ ചെയ്യും, രാജധാനി തീർച്ചയായും സ്ഥാപനമാകുന്നു എന്ന്. ആദി സനാതന ദേവീദേവത ധർമ്മമുണ്ട്. എപ്പോൾ നിങ്ങൾ സ്വർഗത്തിൽ വസിക്കുന്നു അപ്പോൾ ഇതിൻ്റെ പേര് തന്നെ ഭാരതം എന്നായിരിക്കുന്നു. പിന്നീട് എപ്പോൾ നിങ്ങൾ നരകത്തിൽ വരുന്നു അപ്പോൾ ഹിന്ദുസ്ഥാൻ എന്ന് പേര് വരുന്നു. ഇവിടെ എത്ര ദുഃഖം തന്നെ ദുഃഖമാണ്. വീണ്ടും ഈ സൃഷ്ടി മാറുന്നു. പിന്നെ സ്വർഗത്തിൽ സുഖധാമം തന്നെയാണ്. ഈ നോളജ് നിങ്ങൾ കുട്ടികൾക്കുണ്ട്. ലോകത്തിലെ മനുഷ്യർ ഒന്നും അറിയുന്നില്ല. ബാബ സ്വയം പറയുന്നു, ഇപ്പോൾ അന്ധകാരത്തിൻ്റെ രാത്രിയാണ്. രാത്രിയിൽ മനുഷ്യർ തിക്കും തിരക്കും കൊള്ളുന്നു. നിങ്ങൾ കുട്ടികൾ പ്രകാശത്തിലാണ്. ഇതും സാക്ഷിയായി ബുദ്ധിയിൽ ധാരണ ചെയ്യണം. സെക്കൻഡ് ബൈ സെക്കൻഡ് പരിധിയില്ലാത്ത സൃഷ്ടിയുടെ ചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസം പോലെ ആയിരിക്കില്ല മറ്റൊന്ന്. മുഴുവൻ ലോകത്തിൻ്റെയും ആക്ട് മാറിക്കൊണ്ടിരിക്കുന്നു. പുതിയ സീൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സമയം ടോട്ടൽ ദുഃഖത്തിൻ്റെ സീനാണ്. അഥവാ സുഖമുണ്ടെങ്കിൽ തന്നെ കാക്ക കാഷ്ടത്തിന് സമാനമാണ്. ബാക്കി ദുഃഖം തന്നെ ദുഃഖമാണ്. കൂടിയാൽ ഈ ജന്മം സുഖമുണ്ടാകും, പിന്നെ അടുത്ത ജന്മത്തിൽ ദുഃഖമാണ്. ഇപ്പോൾ നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിൽ ഇതുണ്ട്. ഇപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകുന്നു. ഇതിൽ പാവനമാകുന്നതിന് പ്രയത്നിക്കണം. ശ്രീമത് നൽകുന്നു. ശ്രീ ലക്ഷ്മി നാരായൺ ആകുന്നതിൻ്റേത്. ബാരിസ്റ്റർ മതം നൽകും. ബാരിസ്റ്റർ ഭവ. ഇപ്പോൾ ബാബു പറയുന്നു, ശ്രീമത്തിലൂടെ ഇത് ആകൂ. സ്വയം തന്നോട് ചോദിക്കണം, എന്നിൽ ഏതെങ്കിലും അവഗുണം ഇല്ലല്ലോ. ഈ സമയത്ത് പാടുന്നുമുണ്ട്, നിർഗുണമായ എന്നിൽ യാതൊരു ഗുണവുമില്ല. അങ്ങ് തന്നെ കരുണ കാണിക്കൂ. കരുണ എന്നാൽ ദയ. ബാബ പറയുന്നു, ഞാൻ ആരിലും ദയ കാണിക്കുന്നില്ല. ദയവ് ഓരോരുത്തരും സ്വയം തന്നോട് കാണിക്കണം. ഈ ഡ്രാമ തയ്യാറാക്കപ്പെട്ടതാണ്. നിർദയനായ രാവണൻ നിങ്ങളെ ദുഃഖത്തിലേക്ക് കൊണ്ടുവരുന്നു. ഇതും ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിൽ രാവണൻ്റെയും ഒരു ദോഷവുമില്ല. ബാബ വന്ന് കേവലം നിർദ്ദേശം നൽകുന്നു. ഇതാണ് ആ ഒന്നിൻ്റെ ദയവ്. ബാക്കി ഈ രാവണ രാജ്യമാകട്ടെ വീണ്ടും നടക്കും. ഡ്രാമ അനാദിയാണ്. രാവണൻ്റെയും ദോഷമല്ല, മനുഷ്യരുടെയും ദോഷമല്ല. ചക്രം തിരിയുക തന്നെ വേണം. രാവണനിൽ നിന്നും മോചിപ്പിക്കുന്നതിനായി ബാബ യുക്തികൾ പറഞ്ഞു തരുന്നു. രാവണൻ്റെ മതമനുസരിച്ച് നിങ്ങൾ എത്ര പാപാത്മാവായിരിക്കുന്നു. ഇപ്പോൾ പഴയ ലോകമാണ്. വീണ്ടും തീർച്ചയായും പുതിയ ലോകം വരും. ചക്രം തിരിയുമല്ലോ. സത്യയുഗം വീണ്ടും തീർച്ചയായും വരണം. ഇപ്പോൾ സംഗമയുഗമാണ്. മഹാഭാരത യുദ്ധവും ഈ സമയത്താണ്. വിനാശകാലെ വിപരീത ബുദ്ധി വിനശന്തി. ഇത് സംഭവിക്കേണ്ടതാണ്. നമ്മൾ വിജയികൾ സ്വർഗത്തിൻ്റെ അധികാരിയാകും. ബാക്കി ആരും ഉണ്ടായിരിക്കുക തന്നെയില്ല. ഇതും മനസ്സിലാക്കുന്നുണ്ട്. പവിത്രമാകാതെ ദേവതയാകുന്നത് പ്രയാസമാണ്. ഇപ്പോൾ ബാബയിൽ നിന്നും ശ്രേഷ്ഠ ദേവതയാകുന്നതിനുള്ള ശ്രീമത് ലഭിക്കുന്നു. ഇങ്ങനെയുള്ള മതം ഒരിക്കലും ലഭിക്കുക സാധ്യമല്ല. ബാബയുടെ ശ്രീമത് നൽകുന്ന പാർട്ടും സംഗമത്തിലാണ്. മറ്റാരിലും ഈ ജ്ഞാനമേ ഇല്ല. ഭക്തി എന്നാൽ ഭക്തിയാണ്. അതിനെ ജ്ഞാനം എന്ന് പറയില്ല. ആത്മീയ ജ്ഞാനം ജ്ഞാനസാഗരൻ ആത്മാക്കൾക്കാണ് നൽകുന്നത്. ആ ഒന്നിൻ്റെ മഹിമയാണ് ജ്ഞാനത്തിൻ്റെ സാഗരം, സുഖത്തിൻ്റെ സാഗരം. ബാബ പുരുഷാർത്ഥത്തിൻ്റെ യുക്തികളും പറഞ്ഞു തരുന്നു. ഈ ചിന്ത വയ്ക്കണം, ഇപ്പോൾ ഫെയിലായി എങ്കിൽ കൽപ്പകൽപ്പാന്തരം ഫെയിലാകും. വളരെയധികം മുറിവേൽക്കും. ശ്രീമത്തനുസരിച്ച് നടക്കാത്തതിലൂടെ മുറിവേൽക്കുന്നു. ബ്രാഹ്മണരുടെ വൃക്ഷം തീർച്ചയായും വളരുകയും വേണം. എത്രയാണോ ദേവതകളുടെ വൃക്ഷം അത്രയും തന്നെ വളരും. നിങ്ങൾക്ക് പുരുഷാർത്ഥം ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും വേണം. തൈ നട്ടുകൊണ്ടിരിക്കും.
വൃക്ഷം വലുതാകും. നിങ്ങൾക്കറിയാം, നമ്മുടെ മംഗളം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. പതീത ലോകത്ത് നിന്നും പാവന ലോകത്തിലേക്ക് പോകുന്നതിൻ്റെ മംഗളമുണ്ടാകുന്നു. നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയുടെ പൂട്ട് ഇപ്പോൾ തുറന്നിരിക്കുന്നു. ബാബ ബുദ്ധിമാന്മാരുടെയും ബുദ്ധിയാണല്ലോ. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു ആരുടെ എല്ലാം പൂട്ടാണ് തുറക്കുന്നത് എന്ന് മുന്നോട്ടു പോകവേ കണ്ടുകൊള്ളും. ഇതും ഡ്രാമയിൽ നടക്കുന്നു. വീണ്ടും സത്യയുഗം മുതൽ റിപ്പീറ്റ് ആകും. ലക്ഷ്മി നാരായണന്മാർ എപ്പോൾ സിംഹാസനത്തിലിരിക്കുന്നു, അപ്പോൾ സംവത്സരം ആരംഭിക്കുന്നു. 1 മുതൽ 1250 വർഷം വരെ സ്വർഗം എന്ന് എഴുതുന്നുമുണ്ട്. എത്ര ക്ലിയറാണ്! കഥ സത്യനാരായണൻ്റേതാണ്, കഥ അമരനാഥൻ്റേതാണ്. നിങ്ങൾ ഇപ്പോൾ സത്യമായ അമരനാഥൻ്റെ കഥ കേൾക്കുന്നു. പിന്നെ അതിൻ്റെ മഹിമ നടക്കുന്നു. ഉത്സവങ്ങളും മറ്റുമെല്ലാം ഈ സമയത്തേതാണ്. നമ്പർ 1 ഉത്സവമാണ്. ശിവ് ബാബയുടെ ജയന്തി. കലിയുഗത്തിന് ശേഷം ബാബയ്ക്ക് തീർച്ചയായും വരേണ്ടി വരും. ലോകത്തിനെ പരിവർത്തനപ്പെടുത്താൻ ചിത്രങ്ങൾ ആരെങ്കിലും നല്ല രീതിയിൽ കാണട്ടെ. എത്ര മുഴുവൻ കണക്കും ഉണ്ടാക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ സൽക്കാരമുണ്ട്. എത്രത്തോളം കഴിഞ്ഞ കൽപ്പം പുരുഷാർത്ഥം ചെയ്തോ അത്രയും തീർച്ചയായും ചെയ്യും. സാക്ഷിയായി മറ്റുള്ളവരെയും നോക്കും. തൻ്റെ പുരുഷാർത്ഥത്തെക്കുറിച്ചും അറിയുന്നു. നിങ്ങളും അറിയുന്നു. സ്റ്റുഡൻറ് തൻ്റെ പഠനത്തെക്കുറിച്ച് അറിയാതിരിക്കുമോ? നമ്മൾ ഈ സബ്ജക്റ്റിൽ വളരെ ദുർബലമാണ് എന്ന കുറ്റബോധം തോന്നും. പിന്നീട് തോറ്റുപോകുന്നു. പരീക്ഷയുടെ സമയം ദുർബലമായവരുടെ ഹൃദയം മിടിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ കുട്ടികളും സാക്ഷാത്കാരം കാണും. പക്ഷേ തോറ്റു കഴിഞ്ഞു, എന്തു ചെയ്യുവാൻ സാധിക്കും? സ്കൂളിൽ തോൽക്കുകയാണെങ്കിൽ ബന്ധുക്കളും അപ്രസന്നമാകും, ടീച്ചറും അപ്രസന്നമാകും. പറയും, നമ്മുടെ സ്കൂളിൽ നിന്നും പാസ്സായവർ കുറവാണ്. അപ്പോൾ ടീച്ചർ ഇത്രയും നല്ലതല്ല, അതിനാലാണ് കുറച്ചു പേർ പാസ്സായത് എന്ന് മനസ്സിലാക്കും. ബാബയും അറിയുന്നു സെൻറ്റേഴ്സിൽ ആരെല്ലാമാണ് നല്ല ടീച്ചേഴ്സ്, എങ്ങനെ പഠിപ്പിക്കുന്നു, ആരെല്ലാം നന്നായി പഠിപ്പിച്ചു കൊണ്ടുവരുന്നത്, എല്ലാം അറിയാൻ കഴിയുന്നു. ബാബ പറയുന്നു, മേഘങ്ങളെ കൊണ്ടുവരണം. ചെറിയ കുട്ടികളെ കൊണ്ടുവരികയാണെങ്കിൽ അവരിൽ മോഹമുണ്ടാകും. ഒറ്റയ്ക്ക് പുറപ്പെട്ട് വരണം. അപ്പോൾ ബുദ്ധി നല്ല രീതിയിൽ യോജിച്ചിരിക്കും. കുട്ടികളെ അവിടെയും നോക്കുന്നുണ്ട്. ബാബ പറയുന്നു, ഈ പഴയ ലോകത്തിന് ശ്മശാനമാകണം. പുതിയ കെട്ടിടം ഉണ്ടാക്കുമ്പോൾ ബുദ്ധിയിൽ ഉണ്ടായിരിക്കുമല്ലോ, നമ്മുടെ പുതിയ കെട്ടിടം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. തൊഴിലും മറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ബുദ്ധി പുതിയ കെട്ടിടത്തിൻ്റെ നേർക്ക് ഇരിക്കുന്നു. നിശബ്ദമായി ഇരിക്കുന്നില്ല. അതാകട്ടെ പരിധിയുള്ള കാര്യം, ഇത് പരിധിയില്ലാത്ത കാര്യമാണ്. ഓരോ കാര്യം ചെയ്യുമ്പോഴും സ്മൃതി ഉണ്ടായിരിക്കണം. ഇപ്പോൾ നമ്മൾ വീട്ടിൽ പോയി പിന്നീട് തൻ്റെ രാജധാനിയിലേക്ക് പോകും. എങ്കിൽ അപാര സന്തോഷമുണ്ടായിരിക്കും. ബാബ പറയുന്നു, കുട്ടികളെ തൻ്റെ കുട്ടികളെയും മറ്റും സംരക്ഷിക്കുകയും വേണം. പക്ഷേ ബുദ്ധി അവിടെ തന്നെ യോജിച്ചിരിക്കുകയാണെങ്കിൽ ഓർമ്മിക്കാതിരിക്കുന്നതിലൂടെ പിന്നെ പവിത്രവുമാകുവാൻ സാധിക്കില്ല. ഓർമ്മയിലൂടെ പവിത്രം, ജ്ഞാനത്തിലൂടെ സമ്പാദ്യം. ഇവിടെയാകട്ടെ എല്ലാവരും പതീതമാണ്. 2 തീരങ്ങളുണ്ട്. ബാബയെ തോണിക്കാരൻ എന്ന് പറയുന്നു, എന്നാൽ അർത്ഥം മനസ്സിലാക്കുന്നില്ല. നിങ്ങൾക്കറിയാം, ബാബ ആ തീരത്തേക്ക് കൊണ്ടുപോകുന്നു. ആത്മാവിനറിയാം, നമ്മളിപ്പോൾ ബാബയെ ഓർമ്മിച്ച് വളരെ സമീപം പോയിക്കൊണ്ടിരിക്കുന്നു. തോണിക്കാരൻ എന്ന പേരും അർത്ഥസഹിതം വെച്ചിരിക്കുകയാണല്ലോ. എൻ്റെ തോണിയെ മറുതീരത്ത് എത്തിക്കൂ എന്ന് എല്ലാവരും മഹിമ ചെയ്യുന്നു. സത്യയുഗത്തിൽ ഇങ്ങനെ പറയുമോ? കലിയുഗത്തിലാണ് വിളിക്കുന്നത്. നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നു, അവിവേകികൾ ഇവിടെ വരുവാൻ പാടില്ല. ബാബയുടെ കർശന വിലക്കുണ്ട്. നിശ്ചയമില്ലെങ്കിൽ ഒരിക്കലും കൊണ്ടുവരാൻ പാടില്ല. യാതൊന്നും മനസ്സിലാക്കുകയില്ല.
ആദ്യം 7 ദിവസത്തെ കോഴ്സ് നൽകും. ചിലർക്ക് 2 ദിവസത്തിൽ അമ്പേൽക്കും. നന്നായി ഏറ്റുവെങ്കിൽ പിന്നെ ഉപേക്ഷിക്കുകയില്ല. നമ്മൾ 7 ദിവസം കൂടി പഠിക്കും എന്ന് പറയും. നിങ്ങൾ ഉടൻ മനസ്സിലാക്കും ഇവർ ഈ കുലത്തിലേതാണ്. ആരാണോ തീവ്രബുദ്ധിയുള്ളവർ അവർ ഒരു കാര്യത്തിലും ആകുലമാകില്ല. ശരി, ഒരു ജോലി നഷ്ടപ്പെട്ടാൽ മറ്റൊന്ന് ലഭിക്കും. സദ്ഹൃദയർ ആരാണോ അവരുടെ ജോലിയും മറ്റും നഷ്ടപ്പെടുന്നില്ല, സ്വയം തന്നെ അത്ഭുതപ്പെടുന്നു. പെൺകുട്ടികൾ പറയുന്നു, നമ്മുടെ പതിയുടെ ബുദ്ധിയെ തിരിക്കൂ. ബാബ പറയുന്നു, എന്നോട് പറയണ്ട. നിങ്ങൾ യോഗബലത്തിൽ സ്ഥിതി ചെയ്ത് പിന്നെ ജ്ഞാനം മനസ്സിലാക്കിച്ചു കൊടുക്കൂ. ബാബ ബുദ്ധിയെ തിരിക്കില്ല. എങ്കിൽ പിന്നെ എല്ലാവരും ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കും. ഏതൊരു സമ്പ്രദായം ഉണ്ടാകുന്നുവോ അതിനെ പിടിക്കുന്നു. ഏതെങ്കിലും ഗുരുവിൽ നിന്നും ആർക്കെങ്കിലും നേട്ടമുണ്ടായി എന്ന് കേട്ടോ എങ്കിൽ കഴിഞ്ഞു, അവരുടെ പിന്നാലെ കൂടുന്നു. പുതിയതായി വരുന്ന ആത്മാവിന് മഹിമ ഉണ്ടാകുമല്ലോ. പിന്നെ വളരെ പേർ ഫോളോവേഴ്സ് ആകുന്നു. അതിനാൽ ഈ കാര്യങ്ങളെല്ലാം നോക്കുവാൻ പാടില്ല. നിങ്ങൾക്ക് നോക്കേണ്ടത് സ്വയം തന്നെയാണ്. നമ്മൾ എത്രത്തോളം പഠിക്കുന്നുണ്ട്. ഇത് ബാബ ഡീറ്റെയിലായി ചിറ്റ് ചാറ്റ് നടത്തുന്നു. ബാക്കി കേവലം പറയണം, ബാബയെ ഓർമ്മിക്കൂ. ഇതാകട്ടെ വീട്ടിലിരുന്നും ചെയ്യുവാൻ സാധിക്കും. എന്നാൽ ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. അപ്പോൾ തീർച്ചയായും ജ്ഞാനവും നൽകുമല്ലോ. ഇതാണ് മുഖ്യമായ കാര്യം. മന്മനാഭവ. ഒപ്പം സൃഷ്ടിയുടെ ആദ്യ മധ്യ അന്ത്യത്തിൻ്റെ രഹസ്യവും മനസ്സിലാക്കിച്ചു തരുന്നു. ഈ സമയം വളരെ നല്ല നല്ല ചിത്രങ്ങളും ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെയും അർത്ഥം ബാബ മനസ്സിലാക്കിക്കുന്നു. വിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നും ബ്രഹ്മാവിനെ കാണിച്ചിട്ടുണ്ട്. ത്രിമൂർത്തിയുമുണ്ട്. പിന്നെ വിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നും ബ്രഹ്മാവ് എന്നത് എന്താണ്? ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ഇത് ശരിയാണോ അതോ തെറ്റാണോ? മനസ്സിന് യുക്തമായ അനേകം ചിത്രങ്ങളും ഉണ്ടാക്കുന്നുവല്ലോ. ചില ശാസ്ത്രങ്ങളിൽ ചക്രവും കാണിക്കുന്നു. എന്നാൽ ചിലർ ഒരു രീതിയിൽ ദൈർഘ്യം എഴുതിയിട്ടുണ്ട്, ചിലർ മറ്റൊരു രീതിയിൽ. അനേകം മതങ്ങളുണ്ടല്ലോ. ശാസ്ത്രങ്ങളിൽ പരിധിയുള്ള കാര്യങ്ങൾ എഴുതിയിരിക്കുന്നു. ബാബ പരിധിയില്ലാത്ത കാര്യം മനസ്സിലാക്കിച്ചു തരുന്നു. മുഴുവൻ ലോകത്തിലും രാവണ രാജ്യമാണ്. നിങ്ങളുടെ ബുദ്ധിയിൽ ഈ ജ്ഞാനമുണ്ട്. നമ്മൾ എങ്ങനെ പതീതമായി പിന്നീട് എങ്ങനെ പാവനം ആകുന്നു. പിന്നീട് മറ്റു ധർമ്മങ്ങൾ വരുന്നു. അനേകം വെറൈറ്റി ഉണ്ട്. ഒന്നുപോലെ ആകില്ല മറ്റൊന്ന്. ഒരേപോലുള്ള ഫീച്ചേഴ്സ് ഉള്ള 2 പേരുണ്ടാകില്ല. ഇത് മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട കളിയാണ്. അത് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ബാബ കുട്ടികൾക്ക് ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. സമയം കുറഞ്ഞു വരുന്നു. തൻ്റെ പരിശോധന നടത്തൂ. നമ്മൾ എത്രത്തോളം സന്തോഷത്തിലിരിക്കുന്നു. നമ്മൾ യാതൊരു വികർമ്മവും ചെയ്യുവാൻ പാടില്ല. കൊടുങ്കാറ്റ് വരും. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. കുട്ടികളെ അന്തർമുഖമായി തൻ്റെ ചാർട്ട് വയ്ക്കൂ. എന്തെല്ലാം തെറ്റുകൾ ഉണ്ടാകുന്നുവോ അതിൻ്റെ പശ്ചാത്താപം നടത്തുവാൻ സാധിക്കും. ഇത് യോഗബലത്തിലൂടെ സ്വയം മാപ്പ് കൊടുക്കുന്നത് പോലെയാണ്. ബാബ ക്ഷമിക്കുകയോ മാപ്പാക്കുകയോ ചെയ്യുന്നില്ല. ഡ്രാമയിൽ ക്ഷമ എന്ന വാക്ക് തന്നെ ഇല്ല. നിങ്ങൾക്ക് സ്വന്തം പ്രയത്നം ചെയ്യണം. പാപങ്ങൾക്കുള്ള ശിക്ഷ മനുഷ്യർ സ്വയം തന്നെ അനുഭവിക്കുന്നു. ക്ഷമയുടെ കാര്യം തന്നെയില്ല. ബാബ പറയുന്നു, ഓരോ കാര്യത്തിലും പ്രയത്നിക്കൂ. ബാബ ഇരുന്ന് ആത്മാക്കൾക്ക് യുക്തി പറഞ്ഞു തരുന്നു. ബാബയെ വിളിക്കുന്നു, പഴയ രാവണന്റെ ദേശത്തിൽ വരൂ. പതീതരായ നമ്മളെ വന്ന് പാവനമാക്കൂ. പക്ഷേ മനുഷ്യർ മനസ്സിലാക്കുന്നില്ല. അത് ആസുരീയ സമ്പ്രദായമാണ്. നിങ്ങൾ ബ്രാഹ്മണ സമ്പ്രദായമാണ്. ദേവതാ സമ്പ്രദായം ആയിക്കൊണ്ടിരിക്കുന്നു. പുരുഷാർത്ഥവും കുട്ടികൾ നമ്പർ അനുസരിച്ച് ചെയ്യുന്നു. പിന്നെ പറയുന്നു, ഇവരുടെ ഭാഗ്യത്തിൽ ഇത്രയേ ഉള്ളൂ. തൻ്റെ സമയം വേസ്റ്റ് ചെയ്യുന്നു. ജന്മജന്മാന്തരം കൽപ്പകൽപ്പാന്തരം ഉയർന്ന പദവി നേടുവാൻ സാധിക്കില്ല. സ്വയം തനിക്ക് നഷ്ടം വരുത്തുവാൻ പാടില്ല. കാരണം ഇപ്പോഴാണ് ശേഖരണം ഉണ്ടാകുന്നത്. പിന്നീട് നഷ്ടത്തിലേക്ക് പോകുന്നു.
രാവണ രാജ്യത്തിൽ എത്ര നഷ്ടമുണ്ടാകുന്നു. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യ സാരം: അന്തർമുഖിയായി തൻ്റെ പരിശോധന നടത്തണം. എന്തെല്ലാം തെറ്റുകൾ ഉണ്ടാകുന്നുവോ ഹൃദയപൂർവ്വം അതിൻ്റെ പശ്ചാത്താപം ചെയ്ത് യോഗബലത്തിലൂടെ മാപ്പ് കൊടുക്കണം. സ്വന്തം പരിശ്രമം നടത്തണം. ബാബയുടെ ഏതൊരു നിർദ്ദേശം ലഭിക്കുന്നുവോ അതനുസരിച്ച് പൂർണ്ണമായും നടന്ന് തൻ്റെ മേൽ സ്വയം ദയവ് കാണിക്കണം. സാക്ഷിയായി തൻ്റെയും മറ്റുള്ളവരുടെയും പുരുഷാർത്ഥം നോക്കണം. ഒരിക്കലും സ്വയം തനിക്ക് നഷ്ടം ഉണ്ടാക്കരുത്. വരദാനം: വിശ്വമംഗളത്തിൻ്റെ ഭാവനയിലൂടെ ഓരോ ആത്മാവിൻ്റെയും സേഫ്റ്റിയുടെ പ്ലാൻ ഉണ്ടാക്കുന്ന സത്യമായ ദയാഹൃദയനായി ഭവിക്കട്ടെ. വർത്തമാന സമയത്ത് പല ആത്മാക്കളും സ്വയം തങ്ങളുടെ തന്നെ അമംഗളത്തിന് നിമിത്തമായി കൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടി ദയാഹൃദയരായി ഏതെങ്കിലും പ്ലാൻ ഉണ്ടാക്കൂ. ഏതെങ്കിലും ആത്മാവിൻ്റെ പാർട്ട് കണ്ട് സ്വയം ചഞ്ചലതയിൽ വരരുത്. എന്നാൽ അവരുടെ സേഫ്റ്റിയുടെ ഉപാധി ചിന്തിക്കൂ. ഇതൊക്കെ നടന്നുകൊണ്ടേയിരിക്കുന്നു. വൃക്ഷം വീഴുക തന്നെ വേണം എന്നത് പാടില്ല, അരുത്. വന്നിരിക്കുന്ന വിഘ്നങ്ങളെ ഇല്ലായ്മ ചെയ്യൂ. വിശ്വമംഗളകാരിയുടെയും വിഘ്ന വിനാശകന്റെയും ടൈറ്റിൽ ഉള്ളതനുസരിച്ച് സങ്കല്പത്തിലും വാക്കിലും കർമ്മത്തിലും ദയാഹൃദയരായി വായുമണ്ഡലത്തെ ചേഞ്ച് ചെയ്യുന്നതിൽ സഹയോഗിയാകൂ. സ്ലോഗൻ: ആരാണോ ബുദ്ധിയുടെ മേൽ അറ്റൻഷൻ്റെ കാവൽ ഏർപ്പെടുത്തുന്നത് അവർക്ക് തന്നെയാണ് കർമ്മയോഗി ആകുവാൻ സാധിക്കുന്നത്. അവ്യക്ത സൂചന: സങ്കല്പങ്ങളുടെ ശക്തി ശേഖരിച്ച് ശ്രേഷ്ഠ സേവനത്തിന് നിമിത്തമാകൂ. ലാസ്റ്റിൽ ഫൈനൽ പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ സെക്കൻഡിൽ ഫുൾ സ്റ്റോപ്പ് എന്നതായിരിക്കും. ഇതിൽ തന്നെയാണ് നമ്പർ ലഭിക്കുന്നത്. സെക്കൻഡിനേക്കാൾ കൂടുതൽ ആയെങ്കിൽ ഫെയിൽ ആയി പോകും. ഒരു ബാബയും ഞാനും. മൂന്നാമത് ഒരു കാര്യവും വരരുത്. ഇത് ചെയ്യട്ടെ, ഇത് നോക്കട്ടെ, ഇത് സംഭവിച്ചു, സംഭവിച്ചില്ല, ഇതെന്തുകൊണ്ട് സംഭവിച്ചു, ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നത് പാടില്ല. ഇങ്ങനെ ഏതെങ്കിലും സങ്കല്പം വന്നുവെങ്കിൽ ഫൈനൽ പരീക്ഷയിൽ പാസ് ആവുകയില്ല. ഓം ശാന്തി. ശിവപരമാത്മാവിൻ്റെ തേജസ്വി കിരണങ്ങൾ ആത്മാവിൽ സ്പർശിക്കുന്നു. മധുരമായ ബാബ, എൻ്റെ മനസ്സും ബുദ്ധിയും ഞാൻ അങ്ങയിൽ സമർപ്പിക്കുകയാണ്. അങ്ങയുടെ സന്താനമായ ഞാൻ ഈ സമർപ്പണ ഭാവത്തോടെ അധികായ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ സർവ ഈശ്വരീയ ഖജനാവുകളും എൻ്റെ ജന്മാവകാശമായി എനിക്ക് അനുഭവപ്പെടുന്നു. വരദാതാവായ ബാബ, അങ്ങ് നൽകുന്ന വരദാനങ്ങൾ എന്നെ സമ്പൂർണതയുടെ പുരുഷാർത്ഥത്തിൻ്റെ മാർഗത്തിൽ
സഹജമായി മുന്നോട്ട് നയിക്കുന്നു. എൻ്റെ സുഹൃത്തായ ബാബ, അങ്ങ് എനിക്ക് നൽകുന്ന കൂട്ട് ആത്മീയ സുരക്ഷയുടെ ഛത്രഛായയ്ക്കുള്ളിൽ ജീവിക്കുന്ന അനുഭവം എന്നിൽ വരുത്തുന്നു. എൻ്റെ മാതാവും പിതാവുമായ ശിവപരമാത്മാ, അങ്ങയുടെ ഓർമ്മയാകുന്ന മടിത്തട്ടിൽ ഇരിക്കുമ്പോൾ എനിക്ക് അലൗകിക സന്തോഷത്തിൻ്റെയും അതീന്ദ്രിയ സുഖത്തിൻ്റെയും ഊഞ്ഞാലിലാടുന്ന അനുഭവമുണ്ടാകുന്നു. ബിന്ദുരൂപമായ ബാബയിൽ നിന്നും ലൈറ്റിൻ്റെയും മൈറ്റിൻ്റെയും കിരണങ്ങൾ എനിക്ക് പ്രാപ്തമാകുന്നു. ഞാൻ ശക്തിശാലി ബിന്ദുരൂപസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ശക്തിശാലി സ്ഥിതിയിൽ എൻ്റെ അനേകം ജന്മങ്ങളിലെ പാപങ്ങൾ ഭസ്മമാകുന്നു. ആത്മാവിൽ പവിത്രതയുടെ പ്രകാശം നിറയുന്നു. വിശ്വമംഗളകാരിയായ ബാബയോടൊപ്പം ഞാൻ കമ്പൈൻഡ് രൂപത്തിലിരുന്ന് എൻ്റെ സങ്കല്പത്തിലൂടെയും വൃത്തിയിലൂടെയും സുഖത്തിൻ്റെയും ശാന്തിയുടെയും ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ആത്മീയ സുഗന്ധം വിശ്വമാകെ വ്യാപിപ്പിക്കുകയാണ്.